അരനൂറ്റാണ്ട് മുൻപ് കപ്പലുകളിലും വഞ്ചികളിലുമായി അരിയും സുഗന്ധവ്യഞ്ജനങ്ങളും വൈവിധ്യമാർന്ന ചരക്കുകളുമായി അറബ്, ഗ്രീസ്, ചീന ദേശങ്ങളിൽ നിന്നുമുള്ള വ്യാപാരികൾ വന്നിരുന്ന കൊച്ചി നഗരം. ആ കൊച്ചി വളരെ മുന്നോട്ട് പോയി. പഴയകാലത്ത് വ്യാപാര നഗരം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഒരു മെട്രോപൊളിറ്റൻ നഗരമായി മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ തുടക്കകാലത്ത് ചെറിയ നഗരമായിരുന്ന കൊച്ചി വെണ്ടൂരുത്തി ദ്വീപിനെ ആധുനിക തുറമുഖമായി വികസിപ്പിച്ചെടുത്തതോടുകൂടി അസാധാരണമായ വളർച്ച കാഴ്ചവെച്ചു. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യാവസായിക നഗരങ്ങളിൽ ഒന്നാണ് കൊച്ചി. അന്ന് മൺപാതകളിലൂടെ നടന്നും വഞ്ചികളിൽ സഞ്ചരിക്കുകയും ചെയ്ത കൊച്ചി നിവാസികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ടാറിട്ട റോഡുകളും പാലങ്ങളും മറ്റ് യാത്രാ സൗകര്യങ്ങളും വന്നു ചേർന്നു. വിമാനം, മെട്രോ എന്നിവയിൽ തുടങ്ങി വാട്ടർ മെട്രോയിൽ എത്തി നിൽക്കുന്നു. എന്നാൽ നഗരത്തിൻ്റെ വളർച്ചയോടൊപ്പം മാലിന്യവും തിരക്കും ബഹളവും വർദ്ധിച്ചു. .88 ചതുരശ്ര കിലോമീറ്റർ ഉള്ള നഗരത്തിൽ 2020-21 കേരള ഇക്കണോമിക് റിവ്യൂ പ്രകാരം 21,31,332 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2021 തന്നെ 4,866 വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 141 മരണങ്ങൾ. ഇത്രയും വാഹനങ്ങളുള്ള ഈ നഗരത്തിൽ ഗതാഗത കുരുക്ക്, വാഹനാപകടം എന്നിവ ഉണ്ടാകുന്നത് സ്വാഭാവികം. ഇതിന് പരിഹാരമായി സ്വാഭാവികമായി ആദ്യം വരിക റോഡിൻ്റെ വീതി കൂട്ടലും ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണവുമാണ്. എന്നാൽ താൽക്കാലിക ശമനത്തിനപ്പുറം ഇതൊരു ശാശ്വത പരിഹാരമാവുന്നില്ല. റോഡിൻ്റെ വീതി കൂട്ടുന്നത് വഴി കൂടുതൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങുകയും പഴയ അവസ്ഥയിലെത്തുകയും ചെയ്യും. ഒരു പരിധിയിൽ കവിഞ്ഞ് വീതി കൂട്ടാൻ മാത്രം ഭൂവിസ്തൃതിയുള്ള നാടല്ല കൊച്ചി. കൊച്ചി നഗരത്തിലെ അധിക ജനങ്ങളുടെയും പ്രധാന ആശ്രിത വാഹനമാണ് കാറുകളും ബൈക്കുകളും. സ്വകാര്യ വാഹനമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, പൊതുയിടങ്ങളില്ലാതെ, നടപ്പാതകൾ വേണ്ട വിധത്തിലില്ലാതെ പൂർണ്ണമായും സ്വകാര്യ വാഹന കേന്ദ്രീകൃതമായ സമൂഹമായി കൊച്ചി. ഇതാണ് ഒരു സാധാരണ ദിവസത്തിലെ കൊച്ചിയുടെ കാഴ്ച. ജനസംഖ്യ കൂടിയ നാടാണ് എന്ന ന്യായമായിരിക്കും ആദ്യമായി മനസ്സിൽ വരിക. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരമാണ് ടോക്കിയോ. ഇതാണ് ടോക്കിയോ നഗരത്തിലെ ഒരു സാധാരണ ദിവസം. കൊച്ചി നഗരത്തേക്കാൾ ജനസാന്ദ്രതയേറിയതും സ്വകാര്യ വാഹന കേന്ദ്രീകൃതവുമായ പല യൂറോപ്യൻ നഗരങ്ങളും ഇന്ന് കാർ ഫ്രീ ആയിക്കൊണ്ടിരിക്കുകയാണ്. നെതർലാൻഡ്സിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാം. 2019 നഗരത്തിലെ മുനിസിപ്പൽ നഗരസഭ കാർ രഹിത പദ്ധതി നടപ്പിലാക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു. കാറുകൾ പൂർണ്ണമായും നിരോധിച്ചിട്ടില്ലെങ്കിലും 1/4 യാത്രകൾ മാത്രമാണ് നിലവിൽ കാറുകൾ നടത്തുന്നത്. നഗരം ട്രാഫിക് രഹിതമാക്കുവാൻ ആംസ്റ്റർഡാം മെട്രോ 2021 മുതൽ വാരാന്ത്യങ്ങളിൽ രാത്രി മുഴുവനും പ്രവർത്തിക്കുന്നു. ആംസ്റ്റർഡാമിലെ മൾട്ടി ലെവൽ സൈക്കിൾ പാർക്കിംഗ് സെൻറ്റർ കണ്ടിട്ടുണ്ടോ? രണ്ടാമത്തത് നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോ. 2017 ഓസ്ലോ നഗരമധ്യത്തിൽ 100 കണക്കിന് പാർക്കിംഗ് ഇടങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. സൈക്കിൾ യാത്ര പ്രോത്സാഹിപ്പിക്കുന്നതിനായി സൈക്കിൾ പാതകൾ വർദ്ധിപ്പിക്കുകയും കാർ യാത്രികരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. 2019 ഓസ്ലോ സൈക്ലിസ്റ്റുകളുടെയും കാൽനട യാത്രക്കാരുടെയും ഒരു മരണം പോലും രേഖപ്പെടുത്താത്ത ആദ്യ നഗരമായി മാറി. കേരളത്തിലെ റോഡുകളിൽ സ്ഥിരമായും അസഹ്യമായും കണ്ടുവരുന്നതാണ് അലക്ഷ്യമായി ഓടുന്ന വാഹനങ്ങളും അമിതമായ ഹോൺ ശബ്ദങ്ങളും. ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ത്വരിത പരിഹാരമാണ് അസൈൻ ട്രാക്സും നോൺ ഹോൺ പോളിസിയും. റോഡിലെ ഓരോ വാഹനങ്ങൾക്കും ഓരോ ട്രാക്ക് നൽകുന്നത് വഴി ഗതാഗതം കുറച്ചുകൂടി സുഗമമാകും. ഇതിനോടൊപ്പം കാൽനട യാത്രക്കാർക്ക് ലഭിക്കേണ്ട പ്രാഥമിക സൗകര്യങ്ങളും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക നഗരങ്ങളിലും കാൽനട യാത്രക്കാർക്ക് തെല്ലും പരിഗണന കൊടുക്കാതെയാണ് വഴിയോരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ കാൽനട യാത്രികർക്കും ഓരോ 10 അടി കൂടുമ്പോഴെങ്കിലും വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡുകളിലേക്ക് കയറി നടന്നാൽ മാത്രമേ സഞ്ചരിക്കാനാകൂ. നടപ്പാതകൾ പലയിടത്തുമായി പണിതിട്ടുണ്ടെങ്കിലും മിക്കതും ആവശ്യത്തിന് വീതിയുള്ളതും ഉപകരിക്കുന്നതുമല്ല. തടസ്സമായി നിൽക്കുന്ന പോസ്റ്റുകൾ, കോൺക്രീറ്റ് കട്ടകൾ,
തള്ളി നിൽക്കുന്ന കടകളുടെ ബോർഡുകൾ, കയറ്റി പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കുകൾ എന്നിവ മൂലം നടപ്പ് ദുസ്സഹമാണ്. കാർ ഫ്രീ എന്ന ആശയം നമുക്ക് അപരിചിതമായ ഒന്നല്ല. മറൈൻ ഡ്രൈവ്, മട്ടാഞ്ചേരി ജൂത റോഡ് എന്നിവിടങ്ങളിൽ വളരെ മുന്നേ തന്നെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. എന്തുകൊണ്ടാണ് മറൈൻ ഡ്രൈവിൽ കൂടുതൽ ആളുകൾ വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വണ്ടർലയിലെ ഇതുപോലെ ആകർഷണീയമായ ഒന്നും തന്നെ ഇവിടെയില്ല. സ്വസ്ഥമായതും വിശാലമായതുമായ ഒരു വഴിയോരം ജനം നല്ല പോലെ ഉപയോഗപ്പെടുത്തും എന്നതിന് ഉദാഹരണമാണിത്. ആളുകൾ കുട്ടികളുമായി വന്ന് ഉല്ലസിക്കുന്നത് ഇവിടങ്ങളിൽ കാണാം. എന്നാൽ നിലവിലുള്ളതിനേക്കാൾ ചില ഘടകങ്ങൾ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. ഇന്നും ട്രാഫിക് സിഗ്നൽസിൽ മിക്കതും വാഹനങ്ങൾക്ക് മാത്രമാണ്. ഇതിൽ ഏറ്റവും കഷ്ടം സഹിക്കുന്നത് ഭിന്നശേഷിക്കാരാണ്. റോഡിൽ നിന്ന് അമിതമായ ഉയരത്തിൽ കെട്ടിയ നടപ്പാതകൾ, അമിത ശബ്ദം, അവ്യക്തമായതും പരിഗണനയില്ലാത്തതുമായ ട്രാഫിക് സിഗ്നലുകൾ എന്നിവയെല്ലാം ഏറ്റവും ബാധിക്കുന്നത് ഇവരെയാണ്. അംഗപരിമിതർ, കാഴ്ചശ്രവണ ശേഷി കുറഞ്ഞവർ, വയോധികർ, കുട്ടികൾ, ഗർഭിണികൾ തുടങ്ങി നാനാവിധ മനുഷ്യർക്ക് സഞ്ചാരയോഗ്യമാകേണ്ടതാണ് ഓരോ പ്രദേശവും. പല വികസിത രാജ്യങ്ങളിലും കാൽനട യാത്രികർക്കുള്ള ട്രാഫിക് സിഗ്നലുകളിൽ പ്രത്യേക ശബ്ദമുണ്ടാകും. അതുവഴി ഏത് സിഗ്നലാണ് ഉള്ളതെന്ന് കാഴ്ച കുറഞ്ഞവർക്ക് മനസ്സിലാക്കാം. അതുപോലെ പല ട്രാഫിക് പോസ്റ്റുകളും മോഷൻ സെൻസിംഗ് വഴി കാൽനട യാത്രക്കാരെ തിരിച്ചറിഞ്ഞ് സിഗ്നൽ മാറ്റിക്കൊടുക്കും. ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൂടുതൽ സഞ്ചാരയോഗ്യമായ വീതിയുള്ള നടപ്പാതകളും മികച്ച ട്രാഫിക് സിഗ്നലുകളും വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. റോഡുകളിൽ ഓരോ വാഹനങ്ങൾക്കായി പ്രത്യേകം ട്രാക്ക് നൽകുന്നതിനോടൊപ്പം സൈക്കിളുകൾക്കായി ഒരു ട്രാക്ക് നൽകുക. സ്കൂൾ കുട്ടികൾ, സൈക്ലിസ്റ്റുകൾ തുടങ്ങി അനേകം ആളുകൾ ഇന്ന് സൈക്കിളിൽ യാത്ര ചെയ്യുന്നുണ്ട്. അവർക്കായി പ്രത്യേകം ട്രാക്ക് നൽകുന്നത് വഴി സൈക്കിൾ യാത്ര പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യാം. ഇത്തരം ഒരു പദ്ധതി നമ്മുടെ മാർക്കറ്റ് റോഡിൽ സാക്ഷാത്കരിക്കുകയാണെങ്കിൽ എപ്രകാരമാണ് ജനം പ്രതികരിക്കുക എന്ന് കാണാം. ഒരു വിഭാഗം വലിയ ചെറുകിട വ്യാപാരികൾ ഇന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എറണാകുളം മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്. റീറ്റെയിൽ കച്ചവടക്കാർക്ക് ഇവിടെ വന്ന് സാധാരണക്കാർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകാനോ ഇല്ലെങ്കിൽ വീടുകളിലേക്ക് സാധാരണക്കാരൻ വന്ന് ഡെയിലി വാങ്ങിച്ചു കൊണ്ടുവന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നവരോ ഇതിനകത്തോട്ട് പ്രവേശിക്കില്ല. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ വന്നാൽ എറണാകുളം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അടിയായിരിക്കും. കച്ചവടത്തിന് ബാധിക്കുമെന്ന് വെച്ചാൽ ഒരു 50-50 ആണ്. അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വന്നൊരു കാര്യം നടക്കണ ചിന്തിക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പൊ വണ്ടി കൊണ്ട് വന്നേക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പൊ വണ്ടി വന്ന് വെക്കാണ്ട് പറഞ്ഞ് നിവർത്തിയില്ല. എന്തായാലും ഇവിടെ കയറി അങ്ങാടി നടക്കുന്നതിനും എന്തായാലും എവിടെയെങ്കിലും ഒതുക്കി വെച്ചിട്ട് ഇതാകാനേ പറ്റുള്ളൂ. അല്ലാണ്ട് വണ്ടിയും കൊണ്ട് ഈ കടറ ഫ്രണ്ടിൽ കൂടി അങ്ങാടികളും പോയി വാങ്ങാൻ ഇതായിട്ടുള്ള കാര്യമില്ല. അപ്പൊ എവിടെയെങ്കിലും ഒതുക്കി വെച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അധികം ആളുകളും ഇത്തരം ആശയത്തിന് എതിരാണെന്ന് കാണാം. നിലവിലെ പല കച്ചവടങ്ങളെയും ഒരു പക്ഷേ ഇത് സാരമായി ബാധിച്ചേക്കാം. എന്നാൽ തൽസ്ഥാനത്ത് പുതിയ തരം ഉപഭോക്താക്കൾ രൂപപ്പെടുകയും കച്ചവട സ്വഭാവം മാറുകയും പുതിയ കച്ചവട മാതൃകകൾ ഉത്ഭവിക്കുകയും ചെയ്യും. ഈ അടുത്തിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 6 വരി ദേശീയപാതയുടെ വികസനം 2025 പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. 522 കിലോമീറ്റർ ദൂരമുള്ള റോഡിനു വേണ്ടി നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ 44,000 കോടി രൂപയാണ് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ GDP 3.17 ലക്ഷം കോടി US$ ആണ് എന്ന് ഓർക്കുക. റോഡ് വികസനത്തിനായി നമ്മൾ ചെലവഴിക്കുന്ന തുക ഭീമമാണ്. ജനസൗഹൃദമായ വികസനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പണത്തിൽ അധികവും റോഡിന് വേണ്ടി വിനിയോഗിക്കുന്നു. നമ്മുടെ രാജ്യത്താകമാനം പുരോഗതിയെ പിന്നോട്ട് വലിക്കുന്നതിൽ പ്രധാന കാരണം പൊതുവാഹനങ്ങളുടെ അപര്യാപ്തതയാണ്. ആവശ്യമായ റൂട്ടുകളിൽ എണ്ണത്തിൽ, സൗകര്യത്തിൽ കുറവ് മാത്രമാണ് ഇന്നും ലഭിക്കുന്നത്. രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ചും യാത്രാ സൗകര്യം പലയിടത്തേക്കുമില്ല. പൊതുവാഹനങ്ങൾ എപ്പോഴും ലാഭത്തിലോടേണ്ട ഒന്നല്ല. ഒരു വ്യക്തിക്ക് മാത്രമായി പോലും യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടി വരും. അതിനാൽ തന്നെ 24 മണിക്കൂറും മെട്രോയും ബസ്സുകളും മറ്റ് യാത്രാ സൗകര്യങ്ങളും ലഭ്യമായിരിക്കണം. അത് സൃഷ്ടിക്കുന്ന സാമ്പത്തിക നഷ്ടം ഒരിക്കലും ജനാധിപത്യ രാജ്യത്ത് നഷ്ടമല്ല. ഇത്തരം ആവശ്യ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ ലാഭത്തിലോടാനുള്ളതല്ല, മറിച്ച് നഷ്ടത്തിലോടാതെ നിലനിന്ന് പോകാനുള്ള വരുമാനം സൃഷ്ടിച്ചാൽ മതി. ഇതിനുവേണ്ടി പല മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. ട്രാം, മെട്രോസ്, ഫെറീസ്, റിക്ഷാസ് എന്നിങ്ങനെ പലതരത്തിലുള്ള യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് വഴി കൂടുതൽ പൊതുഗതാഗതം ഉപയോഗപ്പെടുത്തുകയും സ്വകാര്യ വാഹനങ്ങളോടുള്ള നമ്മുടെ അമിത ആശ്രയത്വം കുറയ്ക്കുവാനും സാധിക്കും. ഒരു ഗ്രാമത്തെ നഗരമാക്കുന്നതിൽ സ്വകാര്യ വാഹനങ്ങൾ വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ ശക്തിപ്പെടുന്നതിൽ സ്വകാര്യ വാഹനങ്ങളുടെ പങ്ക് ചെറുതല്ല. എന്നാൽ തുടർന്നുള്ള നഗരത്തിൻ്റെ വളർച്ചയ്ക്ക്
സ്വകാര്യ വാഹനങ്ങൾ ആവശ്യമാണോ എന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട്. ജനസൗഹൃദമായ പൊതു ഇടങ്ങളിൽ കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ആരോഗ്യമുള്ള തലമുറയെ വേണോ, അതോ വാഹനങ്ങളുടെ ബഹളം നിറഞ്ഞ അനാരോഗ്യകരമായ നഗരം വേണോ എന്ന് നമ്മൾ ഏവരും നിശ്ചയിക്കേണ്ടതാണ്.